ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഓണം എഡിഷൻ വ്ളോഗാണ്. അപ്പം ഞങ്ങൾ ഇന്ന് തറവാട്ടിൽ വന്ന് പൂക്കളിടാനായിട്ട് ഞങ്ങളിങ്ങനെ പൂക്കളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കുറച്ച് ഹെൽപ്പേഴ്സ് ഉണ്ട്. അതൊരു ഹെൽപ്പറാണ്. ഹായ് പറ. ഹായ്. സൂസി എന്തേ? സൂസിനെ വിളിച്ചിട്ടൊന്നേ. ആ ഹെൽപ്പർ ഇപ്പോൾ വരും. അങ്ങനെ ഞങ്ങൾ റോസ് കിള്ളിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കിള്ളിപ്പൊളിച്ച് കഴിഞ്ഞു, അത് കിള്ളിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞങ്ങളുടെ ഡിസൈൻ റെഡിയാണ്. ഞങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും. ഇതൊരു ഹെൽപ്പർ. അടുത്ത ഹെൽപ്പറിന്റെ മുഖം കാണിച്ചേ. ഹെൽപ്പറെ കൂടെ നോക്ക്. അവര് റെസ്റ്റിന് വേണ്ടി വന്നേക്കാണ്. ഇത്ര നേരം ചെയ്തത് അവശരം കൊണ്ട്. ബീട്രൂട്ടിന്റെ ഫ്രൂട്ട് സലാഡ് അവർക്ക് ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുകയാണ് ഫ്രൂട്ട് സാലഡ് വെച്ചിട്ട്. സൂസി ഇങ്ങോട്ട് നോക്കിയേ. അതാണെങ്കിലും ചെയ്യില്ല. കണ്ടാ ലിപ്സ്റ്റിക് ഇട്ട ആളെ നോക്കൂ. എന്ത് ഇന്നസെൻസ് ആണ്. ബാ അടുത്ത പൂക്കള് ഇത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട്. ഹെൽപ്പ് ചെയ്യടാ. ഇത് കിള്ളിപ്പൊളിച്ച് താടാ. നാളെ കണ്ടുവരോ? സൂസിങ്ങൾ നമുക്ക് അറിയില്ല. അവൾക്ക് ഓണം ഇല്ലെന്ന് നാളെ. കാരണം അവളുടെ അമ്മയുടെ അമ്മ മരിച്ചുപോയി. അപ്പൊ ഇപ്രാവശ്യം അവൾക്ക് ഓണമില്ല. തുടരുത് ഉണ്ണിയുടെ ഫോൺ തുടരുതട്ടോ. തൊടൂല അവര്. എനിക്ക് കഷന് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സർവീസ് ചാർജും ഇല്ല. അത്രയും കഴിക്കാൻ പാടുള്ളൂ. താങ്ക് യു. ഞാൻ ഹെൽപ്പ് ചെയ്യും. നീ പൂ പറിച്ചു കൊടുക്ക. താഴെ എടുത്താ ഹായ്. അങ്ങനെ ഞങ്ങൾ ബാക്ക് ടു അവർ വീഡിയോ. ആൻഡ് ഞാനൊരു തുമ്പപ്പൂനെ കാണിച്ചു തരാം. തുമ്പപ്പൂ ശരിക്ക് എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം പറഞ്ഞേ. ഇന്ന് നമുക്ക് നമ്മുടെ പൂക്കളം കാണാം. ബാ, നമ്മുടെ പൂക്കളം എവിടെ വരെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഓ ഗോഡ്, ആരാണ് ഇതിന് പിന്നിൽ? ബ്ലെസ്സിയാണോ? അല്ല, ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ കുറച്ചു നേരം ബ്ലെസ്സിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ പൂക്കളം. എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ. ഹായ് ഗായ്സ്, അപ്പൊ നമ്മളെ പൂ റെഡിയാക്കിയ നല്ല രസമുണ്ട് കേട്ടോ പൂക്കളം കാണാൻ. ഇത് റയൻ ഉണ്ടാക്കിയതാണോ? എല്ലാം റയൻ ഉണ്ടാക്കിയതാ? അല്ല, അമ്മയും ആരാ? ഇവിടെ ഞാൻ ഉണ്ണി പറയണ. അമ്മയും ആരുണ്ടാക്കിയ? അമ്മയും ഉണ്ണിയും കൂടി ഉണ്ടാക്കിയതാണ് പൂക്കളം എന്ന് പറയടാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്നലെയായിരുന്നു ഓണം, ഇന്നാണ് ഓണം. സോ ഹാപ്പി ഓണം. അപ്പൊ ഇന്നാണ് എൻ്റെ വീട്ടില് എന്താ പറയാ പൂക്കളിടുന്നത്. അപ്പൊ പൂക്കളിടണ ആരാന്നറിയോ? അറിയോ? മജ്ന ലുക്ക് ഹിയർ. മജ്ന മഹേഷ് ആണ് നമ്മുടെ പൂക്കളം ഇടുന്ന മെയിൻ ആർട്ടിസ്റ്റ്. ആളുടെ പ്രിസിഷൻ ഒക്കെ കാണാം, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്കൂ, ആർട്ടിസ്റ്റിക് സ്കില്ലുകളാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇതിനുള്ള പൂക്കളുണ്ടോ? പൂക്കളുണ്ടോ? നമുക്ക് ഇത്രയും പൂക്കളുള്ളൂ കേട്ടോ. സതച്ചേ മനുഷ്യനെ പറയുന്നു ഇത് അത്ര വലിയ പൂക്കളല്ല എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ബാക്കി ചെയ്തിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എടി ഒരു ഓണം വിഷയം എടി. ഹാപ്പി ഓണം. വേറെ എന്തെങ്കിലും ഒരു മെസ്സേജ് പറഞ്ഞേ. തിളങ്ങിയില്ലേ കൂടുമിമ്പം മനസാത്തിരമ്പം ആർക്കും
കുറിച്ചിളവേൽക്കും തണലില് പൂക്കും നഖമൊരു ചങ്ങാത്തം കനവുകൾ പൊരുത്ത ചിറകുകൾ വിരിച്ചു തീരാ പോക്ക്. ഹായ്, അങ്ങനെ നമ്മള് പൂ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സവാള ഗിരി. പക്ഷെ ഇത് തീരണില്ല. എനിക്ക് ഒരു ഹെൽപ്പറിന്റെയും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു. മനസ്സിനെ ആക്ച്വലി നല്ല രസമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം. എനിക്കിത് കാണുമ്പോൾ മറ്റേ തമിഴ്നാട്ടിലെ പൂക്കൾ ഓർമ്മ വന്നു. ഞാൻ കുഞ്ഞി കോലം വരച്ചിട്ട് ഇങ്ങനെ പൂക്കൾ ഇടില്ലേ, അതുപോലെ. അവിടെ കോലം മാത്രമേ പൂക്കൾ ഇടുന്നത്. പക്ഷെ ഇത് ഏകദേശം അങ്ങനെ ഒരു ഭയങ്കര ട്രഡീഷണൽ പൂക്കളം പോലെ ഉണ്ട്. കൊള്ളാം. പക്ഷെ നമുക്ക് വളരെ ലിമിറ്റഡ് പൂക്കളുള്ളൂ. കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് കാണിച്ചു തന്നതായിരിക്കും. ഇതൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത്. സോറി ഗൈസ്, എന്റെ വായ അറിയേണ്ട ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഹാപ്പി ഓണം. ഡാഡിന്റെ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞാണ് ഞാൻ ഡാഡിയെ കാണിക്കാൻ പറഞ്ഞ. ഡാഡി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഡാഡിയുടെ എത്രാമത്തെ ഓണാന്നത്. ഡാഡിയുടെ എത്രാമത്തെ ഓണം ഡാഡി? 65. ഓ മജ്ന ഞെട്ടി. ഡാഡിയുടെ 65th ഓണാണ്. ഡാഡി പൂക്കളിടാൻ വേണോ? മയക്ക് പറഞ്ഞു കേട്ടോ, ഡാഡി കൊളാക്കും. കിട്ടോ അവള് നോക്കിക്കോ. ഏത് പോവാ വേണ്ടേ? ഹലോ, അങ്ങനെ ഞങ്ങളുടെ പൂക്കൾ ഇട്ട് കഴിഞ്ഞു. ഞാൻ റെഡിയുമായി. ഞങ്ങളുടെ പൂക്കളം കാണണ്ടേ? ഇതാണ് ഞങ്ങളുടെ പൂക്കളം. ഞാൻ മാത്രല്ല, ഞാൻ ഡാഡി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനോ? പൊളി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. മധുവിന്റെ ഇഷ്ടപ്പെട്ടില്ല. ഹലോ, അങ്ങനെ നമ്മുടെ വീട്ടിലെ ഗസ്റ്റുകളൊക്കെ എത്തിക്കഴിഞ്ഞു. ആൻഡ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് മാളു. ഹാപ്പി ആണോ? ഹാപ്പി ആണോ? എത്ര കൂട്ടം കറിയുണ്ട്? കഴിക്ക്. എല്ലാം കൂട്ടിയാ? പപ്പട എവിടെ? അയ്യോ, അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ കറിയും അച്ഛൻ ഇട്ട് ഞാൻ വീഡിയോ എടുക്കണേ. ഇഞ്ചമ്പുളി ഞാൻ പപ്പടം ഇട്ട് ഇങ്ങനെ നെയ്യും പരിപ്പൊക്കെ വയ്ക്കണം. എല്ലാരും ഇരിക്കും.